ഹലോ, വെൽക്കം ടു ഫുഡ് ആൻഡ് ഷീ. ഞാനൊരു അവക്കാഡോ എടുത്ത് വെച്ചിട്ടുണ്ട്, 2 കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, ബ്രെഡ് ഉണ്ട്, കുറച്ച് സവാള, കുറച്ച് തക്കാളി, അപ്പോൾ തന്നെ കുറച്ച് പച്ചമുളക്. ഇത് വെച്ചിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുത്താലോ? ഒരു സാൻഡ്വിച്ച് അതെങ്ങനെ നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മുട്ട ഒന്ന് വെച്ചെടുക്കാം. അതിൽ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് കൊടുത്തിട്ട് നന്നായി അടിച്ചെടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. നമുക്ക് ബ്രെഡ് ഇതിലിട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ബട്ടർ അങ്ങ് മെൽറ്റ് ആയിക്കോളും. ബ്രെഡ് ടോസ്റ്റ് ആയിട്ട് ബട്ടർ മെൽറ്റായാൽ ബ്രെഡ് ടോസ്റ്റ് ആവും. അതുപോലെ ഈ ഓംലെറ്റ് ഒന്നാവട്ടെ. നമുക്കിത് വെച്ചിട്ടൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇത് ടോസ്റ്റ് ചെയ്ത് ബ്രെഡ് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അവക്കാഡോ നമുക്കൊന്ന് ഇതിന് എടുത്തിട്ട് ഇത് നമ്മൾ വാങ്ങുമ്പോൾ പഴുത്തിട്ടില്ലേലും അത് നമ്മളെ വീട്ടിൽ കൊടുന്ന് വെച്ചിട്ട് ഒരു പേപ്പറിൽ പോയി വെച്ചാൽ മതി. അപ്പോൾ നല്ല പഴുക്കും. ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇട്ടെടുക്കാം. അതുപോലെ കുറച്ച് തക്കാളി കുറേശ്ശെ ഇട്ടെടുത്താൽ മതി. കുറച്ച് പച്ചമുളക് ഒക്കെ കുറേശ്ശെ ഇടാവുള്ളൂ. കുറച്ച് ഉപ്പ്, കുറച്ച് ഒലിവ് ഓയിലാണ്. ഇത് നല്ലോണം ചേർത്തെടുക്കുക. നന്നായി ചേർത്തെടുക്കുക, കഷ്ണമില്ലാണ്ട്. ഇപ്പം നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കുരുമുളകും കൂടി ഇട്ടെടുക്കാം. അപ്പം നല്ല ടേസ്റ്റ്. കുറച്ചുകൂടെ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ ടോസ്റ്റ് ചെയ്തുകൊണ്ട് ബ്രെഡ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ സാൻഡ്വിച്ച് അതുപോലെ ഇതിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ചെടുക്കുക. ഇനി നമ്മളെ മുട്ട വെച്ചെടുക്കുക. ഇതിലൊരു സാൻഡ്വിച്ച് ഉണ്ട് കേട്ടോ, ഞാൻ അത് പുഴുങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. അതും നല്ല നന്നാവും. നമുക്ക് ചീസ് വെച്ചെടുക്കാം. എൻ്റെ മേലേക്ക് വെച്ചെടുക്കാം.
ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. നമുക്ക് ഒന്നും കൂടെ വെച്ച് കൊടുക്കാം. ഒരെണ്ണം കൂടി വെക്കാം. ടോസ്റ്റ് ചെയ്ത ബ്രെഡ് എടുക്കുക. അപ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ച അവക്കാഡോ ഇതിലേക്ക് തേച്ചെടുക്കുക. ഇതിൽ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയതുണ്ട്. ഇത് ഞാൻ കോഴിമുട്ട പുഴുങ്ങിയിട്ട് വെച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതും ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം. മറ്റേ ബ്രെഡ് എടുക്കുക. ഈ കോഴിമുട്ട അതിലിങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിൽ വേണമെങ്കിൽ ഇവിടെ സോസ് തേച്ച് കൊടുക്കാം. അതും തേച്ചാൽ നല്ല ഉണ്ടാവും. ഇതിൻ്റെ മേലൊക്കെ അവിടെ വെച്ച് കൊടുത്താൽ മതി. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. എന്തായാലും ഇഷ്ടമാവും. അവക്കാഡോ വാങ്ങിയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. പഴുക്കാത്ത അവക്കാഡോ ആണെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് പഴുപ്പിച്ചെടുക്കാം. പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചാൽ മതി, ന്യൂസ് പേപ്പറിൽ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.